ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ആരാധന അനിൽ. പ്രധാന വാർത്തകൾ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. മഴക്കൊയ്ത്തും വൃക്ഷത്തൈ നടിയിലുമായി കിഴക്കൻ മേഖല സമുചിതമായി ആചരിച്ചു. പുനലൂർ മാർക്കറ്റിൽ അജൈവ മാലിന്യ കളക്ഷൻ സെന്റർ സ്ഥാപിച്ചു. കാലവർഷം ശക്തമാകുന്നതോടെ നാശനഷ്ടങ്ങളും പെരുകുന്നു. പട്ടാഴിയിൽ 2 വീടിന്റെ മേൽക്കൂരകൾ തകർന്നു. ഭർത്താവിനെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയതായി വെഞ്ചേമ്പ് സ്വദേശിനിയുടെ പരാതി. ഭർത്താവിന്റെ ബന്ധുക്കൾ തന്നെയും മക്കളെയും മർദ്ദിച്ചെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പുനലൂരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂളുകളിൽ വൃക്ഷത്തൈ നടിയിലും മഴക്കൊയ്ത്തും ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പുനലൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂളുകളിൽ വൃക്ഷത്തൈ നടിയിൽ മഴക്കൊയ്ത്ത് ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. കരവാളൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന മഴക്കൊയ്ത്ത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പേര് തന്നെ മഴക്കൊയ്ത്തെന്നാണ്. കൊയ്ത്ത് കണ്ടിട്ടില്ലാത്ത കുട്ടികൾ ഒരുപക്ഷെ ഈ ഹാളിൽ ഉണ്ടായിരിക്കാം. നമ്മുടെ ഈ ഭൂമിയിലൂടെ ഒഴുകിപ്പോകുന്ന ജലത്തെ അതിനെ തടഞ്ഞു നിർത്തി, അതിനെ ഇരുത്തി, ഭൂമിയിലൊന്ന് കിടത്തി നമ്മുടെ കിണറുകളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മഴക്കൊയ്ത്ത് എന്ന പേരുകൊണ്ട് തന്നെയുള്ള ഉദ്ദേശം. അപ്പൊ നമുക്കറിയാം, മുൻകാലങ്ങളിലും ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾ ഈ നഷ്ടമാകുന്ന ജലത്തെ, പ്രത്യേകിച്ച് മഴവെള്ളത്തെ തടഞ്ഞു നിർത്തി നമുക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമത്തിന് വളരെ വിദഗ്ധമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. മുൻകാലങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മഴക്കൊയ്ത്ത് എന്ന ആ ഒരു പദ്ധതിയെ വളരെ ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കുകയുണ്ടായി. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ ചടങ്ങിൽ അധ്യക്ഷനായി. ചെമ്മന്തൂർ ഹൈസ്കൂളിലും TVTM സ്കൂളിലും ഗവൺമെന്റ് ഹൈസ്കൂളിലുമെല്ലാം വൃക്ഷത്തൈ നടി പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. തലവൂർ ഗ്രാമപഞ്ചായത്ത് ചിറ്റാശ്ശേരി വാർഡിലും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടു. ചിറ്റാശ്ശേരി ഗാന്ധി മെമ്മോറിയൽ ലൈബ്രറിയിൽ മരം നട്ട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സുരേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെച്ചുപിടിപ്പിക്കുന്ന പ്രോഗ്രാം സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തടവൂർ ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലും പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ചിട്ടുള്ള വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തടവൂർ ഗ്രാമപഞ്ചായത്തിലെ ചിറ്റാശ്ശേരി വാർഡിലും ഗാന്ധി മെമ്മോറിയൽ ലൈബ്രറിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി ദിനാചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. തൊഴിലുറപ്പ് ജീവനക്കാരും അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തകരും ഗാന്ധി മെമ്മോറിയൽ ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ PT ചാക്കോ, ലൈബ്രറി അരവിന്ദാക്ഷൻ നായർ അടക്കമുള്ള മൊത്തം ആൾക്കാരെയും ചേർത്തുകൊണ്ട് ഈ പ്രദേശത്ത് തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതിനും പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ലൈബ്രറി പ്രസിഡന്റ് PT ചാക്കോ, CDS അംഗം രാധാമണി, ഹെൽത്ത് ജീവനക്കാരായ സബീന, ശ്രീജ, ലൈബ്രറിയനായ അരവിന്ദാക്ഷൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുനലൂർ ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുതായി പണിയെഴുപ്പിക്കുന്ന കോടതി സമുച്ചയത്തിൽ വൃക്ഷത്തൈകൾ നട്ടാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത്. പുനലൂർ MACT ജഡ്ജി AK ഗോപകുമാർ വൃക്ഷത്തൈകൾ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ശുദ്ധജലം പോലും കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യം നമ്മുടെ നാട് എത്തിയിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഒരു 10 വർഷമോ 15 വർഷമോ കഴിയുമ്പോൾ അത് നമ്മളെ ശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് കേരളത്തിലെ മനുഷ്യർ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭാരതത്തിലെ മനുഷ്യർ തന്നെ ഈ കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ശുദ്ധജലത്തിന് വേണ്ടി മനുഷ്യൻ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പുനലൂർ സബ് ജഡ്ജ് ലില്ലി K, പുനലൂർ മുൻസിഫ് G ഹരീഷ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ലക്ഷ്മി തമ്പി, അമല S, ഐക്യര ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വൃക്ഷത്തൈകളുടെ വിതരണവും നടന്നു. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ നഗരസഭയിൽ അജൈവ മാലിന്യ കളക്ഷൻ സെന്റർ സ്ഥാപിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഹരിതായനം മന്ത്രി അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയായ സീപ്പിന്റെ ഭാഗമായാണ് അജൈവ മാലിന്യ കളക്ഷൻ സെന്റർ സ്ഥാപിച്ചത്. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ വളമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ച പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ ഫലപ്രദമായി നഗരസഭയിൽ പ്രവർത്തിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി അജൈവ മാലിന്യ കളക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കുന്നത്. പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, ബൾബ്, ട്യൂബ്, കുപ്പി, ബാറ്ററി തുടങ്ങിയ
അജൈവ മാലിന്യങ്ങൾ കളക്ഷൻ സെന്ററുകളിൽ നിക്ഷേപിക്കാം. നഗരസഭയുടെ വിവിധ വാർഡുകളിൽ വിവിധ ഭാഗങ്ങളിലായി കളക്ഷൻ സെന്ററുകൾ വരും ദിവസങ്ങളിൽ സ്ഥാപിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഹരിതായനം പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. ഇത് സാറേ ട്യൂബ്, അതിനകത്ത് ബൾബ് കൊണ്ടുപോകാനുള്ള സംവിധാനം ഞങ്ങൾ മുനിസിപ്പാലിറ്റി എടുത്ത് ഒരു വെറ്റിനറി സെന്ററിൽ സ്ഥാപിച്ച് പിന്നെ ശുചിത്വ മെഷീന് പ്രകൃതി സംരക്ഷണം എന്നൊരു പദ്ധതിയെ സംബന്ധിച്ച് തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ ആലോചിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളെല്ലാം മിക്കവാറും നമ്മൾ നികത്തി അല്ലെങ്കിൽ നശിപ്പിച്ചു. നമ്മുടെ കായലുകളും മറ്റ് ജലാശയങ്ങളും മാലിന്യം കൊണ്ട് നിറച്ചു. നദികൾ മാലിന്യം കൊണ്ട് നിറച്ചു. തോടുകൾ മിക്കവാറും നികത്തി അത് റോഡാക്കി. കാവുകൾ നമ്മുടെ കേരളത്തിന്റെ യഥാർത്ഥത്തിൽ നന്മയുടെ ഒരു പ്രതീകമായി പറയാവുന്ന പഴയകാല സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ ഈ കാവുകൾ എന്നൊക്കെ പറയുന്നത്. കാവുകളും കാവിനോട് അനുബന്ധിച്ചുള്ള കുളങ്ങളും ഒക്കെ അതൊക്കെ ഇന്ന് എവിടെയാണ്? ഇതെല്ലാം ആരാണ് നശിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, നമ്മൾ തന്നെ. ഞാനും നിങ്ങളും അടങ്ങുന്ന മുതിർന്ന തലമുറ. പുനലൂർ മാർക്കറ്റ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പുനലൂർ നഗരസഭാ ചെയർമാൻ എം.എ. രാജഗോപാൽ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ സ്വാഗതം പറഞ്ഞു. ചലച്ചിത്ര താരം കൈലാഷ്, ചലച്ചിത്ര സംവിധായകൻ എം.എ. നിഷാദ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. കാരണം കൊച്ചിയിൽ താമസിക്കുന്ന ഞങ്ങളെല്ലാവരും ഈ വേസ്റ്റ് 2-3 പാത്രത്തിൽ ആക്കിയിട്ടാണ് എല്ലാ ദിവസവും വീടിന്റെ മുൻവശത്ത് വെക്കണം. അങ്ങനെ നിയമമൊക്കെ ഉണ്ട് കൊച്ചിയിൽ താമസിക്കണമെങ്കിൽ. അതായത് ഈ പ്ലാസ്റ്റിക്കിന്റെ എല്ലാം കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പച്ച കളറിലെ ഒരു ബക്കറ്റ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു ചുമന്ന കളർ ബക്കറ്റ് തന്നിട്ടുണ്ട്. അവിടെയാണ് ഈ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ കുറേ നിയമങ്ങളുണ്ട് ഈ ഫ്ലാറ്റിലും വീടിന്റെ മുൻവശത്ത് എങ്ങനെ വെക്കണം എന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ശീലമുള്ള ഞങ്ങൾക്കും ഇത് വലിയ ഒരു പാഠമാണ്. കാരണം മലിനമില്ലാത്ത അല്ലെങ്കിൽ മലിനത്തെ മാലിന്യം സംസ്കരിക്കുന്ന ഒരു രീതി നിങ്ങൾ ചെയ്യുന്നത് വലിയ സന്തോഷമുണ്ട്. എന്റെ എല്ലാ ആശംസകളും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുഭാഷ് ജി നാഥ്, വി ഓമനക്കുട്ടൻ, സാബു അലക്സ്, എൻ ലളിതമ്മ, അംജിത് ബിനു, UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ, LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കെ എ ലത്തീഫ്, CPI പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കെ രാജശേഖരൻ, ടൗൺ വാർഡ് കൌൺസിലർ സുരേന്ദ്രനാഥ് തിലകൻ, CPM പുനലൂർ ഏരിയ സെക്രട്ടറി എസ് പിജു, CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി സി അജയ് പ്രസാദ്, സഞ്ജു ബുക്കാരി, ഡാനിയൽ ജോൺ, ടൈറ്റസ് സെബാസ്റ്റ്യൻ, എസ് നൌഷറുദ്ദീൻ, നഗരസഭാ സെക്രട്ടറി AS നൈസാം എന്നിവർ സംസാരിച്ചു. പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ആദ്യത്തെ അജൈവ മാലിന്യ കളക്ഷൻ സെന്റർ സ്ഥാപിച്ചത്. അജൈവ മാലിന്യ കളക്ഷൻ സെന്ററിൽ ജൈവമാലിന്യങ്ങൾ നിക്ഷേപിച്ചാൽ നിക്ഷേപിക്കുന്നവർ നിയമ നടപടികൾ നേരിടേണ്ടിയും പിഴയൊടുക്കേണ്ടിയും വരും. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നഗരസഭയിലെ 35 വാർഡുകളിൽ നിന്നും സമാഹരിച്ച അജൈവ മാലിന്യങ്ങൾ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച് അജൈവ മാലിന്യ കളക്ഷൻ സെന്ററിൽ എത്തിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. സ്കൂളുകളിൽ നിർമ്മിക്കുന്ന കശുമാവ് പാർക്കിന്റെ ജില്ലാതല ഉദ്ഘാടനം പുനലൂർ ചെമ്മന്തൂർ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. മന്ത്രി ജെ. മേഴ്സിക്കുട്ടിയമ്മ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഹരിതാഭമാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലുടനീളം വിതരണം ചെയ്യുന്നത് മുനിസിപ്പൽ പ്രദേശത്ത് ഹരിതായനം എന്ന പുതിയ പേരിട്ടുകൊണ്ടാണ്. ഹരിത കേരളം നമ്മുടെ ഒരു പ്രോജക്റ്റാണ്. അതിന്റെ പ്രയോഗം പുതിയ പുതിയ രൂപങ്ങളിലാണ് ഓരോ പ്രദേശത്തും വരുന്നത്. പുനലൂർ മുനിസിപ്പാലിറ്റി ഹരിതായനം എന്ന പേരിൽ സമഗ്ര പ്ലാസ്റ്റിക് മാലിന്യ സമാഹരണ യജ്ഞം ഇന്ന് തുടങ്ങുകയാണ്. തീർച്ചയായും കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. പ്ലാസ്റ്റിക് രഹിത സ്കൂൾ അന്തരീക്ഷം, നമ്മൾ എവിടെയും പ്ലാസ്റ്റിക് ഇടാത്ത തരത്തിലേക്കുള്ള ഒരു കൾച്ചർ, അത് നമ്മൾ വളർത്തിയെടുത്ത് ദൈവത്തിന്റെ നാട് എല്ലാവിധ വൃക്ഷങ്ങളുടെയും ആരാമമായി മാറട്ടെ. നമ്മുടെ കശുമാവ് പ്ലാന്റേഷൻ തൊഴിലും അങ്ങനെ ഒരു പുതിയ സംസ്കൃതി രാജ്യത്തിന് വേണ്ടത് നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുക എന്നതിലേക്ക്. സംസ്ഥാനത്ത് കശുവണ്ടി കൃഷി വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളുകളിൽ കശുമാവ് പാർക്ക് നിർമ്മിക്കുന്നത്. കാർഷിക വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന കശുമാവ് പാർക്കിന്റെ ജില്ലാതല ഉദ്ഘാടനം പുനലൂർ ചെമ്മന്തൂർ ഹൈസ്കൂളിൽ മന്ത്രി ജെ. മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. സ്കൂൾ വളപ്പിൽ കശുമാവ് നട്ടായിരുന്നു ഉദ്ഘാടനം. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുനലൂർ നഗരസഭാ ചെയർമാൻ M.A. രാജഗോപാൽ, താലൂക്ക് സമാജം സ്കൂൾ മാനേജർ N. മഹേശൻ, CPM പുനലൂർ ഏരിയ സെക്രട്ടറി S. ബിജു, PTA പ്രസിഡന്റ് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. പരിസ്ഥിതി ദിനവും ജന്മദിനവും ഒന്നിച്ചാഘോഷിക്കുകയാണ് പത്തനാപുരം
സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിലെ 5 വിദ്യാർത്ഥികൾ. ജന്മദിനത്തിൽ സ്കൂൾ അങ്കണത്തിൽ ഇവർ വൃക്ഷത്തൈകളും നട്ടു. പരിസ്ഥിതി ദിനവും ജന്മദിനവും ഒന്നിച്ചാഘോഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പത്തനാപുരം സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിലെ ഈ 5 വിദ്യാർത്ഥികൾ. ജന്മദിനത്തെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശത്തിനായി ഉപയോഗിക്കുകയാണ് ഈ കൊച്ചുകൂട്ടുകാർ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മാഹാത്മ്യം പറയുന്ന ആശംസാ കാർഡുകൾ നൽകിയാണ് അധ്യാപകർ ഇവർക്ക് ജന്മദിനാശംസകൾ നേർന്നത്. ജന്മദിനത്തിൽ സ്വന്തം പേരിൽ തന്നെ വൃക്ഷത്തൈകൾ സ്കൂൾ അങ്കണത്തിൽ നട്ട് വിദ്യാർത്ഥികളും മാതൃകയായി. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികൾ നടത്തിയതെന്ന് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ കുര്യാക്കോസ് പറഞ്ഞു. 6ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള കുട്ടികളിൽ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കുന്ന 5 കുട്ടികളുണ്ട്. പ്രാർത്ഥന SS, അപർണ പ്രവീൺ, മുഹമ്മദ് ഫയസ്, ശിവപ്രിയ S ആൻഡ് കൃഷ്ണ ബി നിജിൻ. ഈ 5 കുട്ടികളുടെയും പേരിൽ തന്നെ ഈ തൈകളുടെ നട്ട് ഇവിടെ പ്രോഗ്രാം നടത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ സ്കൂളിൽ അനുബന്ധമായിട്ട് പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുട്ടികൾക്ക് മാത്രം അവർക്കൊരു ജീവിതത്തിൽ ഒരു ട്രെയിനിങ് ആകത്തുന്ന രീതിയിൽ നല്ലൊരു ആശയം മനസ്സിൽ കിട്ടത്തക്ക രീതിയിൽ ഈ കാര്യങ്ങൾ വിവരിച്ചിരിക്കുകയാണ്. ലൈവ് വാർത്ത പത്തനാപുരം. ഭർത്താവിന്റെ ബന്ധുക്കൾ വീട് കയറി മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിനൊടുവിൽ ഇവർ തന്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയതായും വെഞ്ചേമ്പ് സ്വദേശിനി രാധ പുനലൂർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. കരവാളൂർ വെഞ്ചേമ്പ് ചരിവിള വീട്ടിൽ രാധ എന്ന 39-കാരിയാണ് പുനലൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഭർത്താവിന്റെ ബന്ധുക്കൾ വീട്ടിൽ കയറി തന്നെയും മക്കളെയും മർദ്ദിച്ചുവെന്നും തുടർന്ന് ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയെന്നുമാണ് പരാതി. ഒരുപറ്റ ആളുകൾ എന്റെ വീട്ടിൽ കയറി എന്റെ ഭർത്താവിനെ മർദ്ദിച്ച് ആളുകൾ പിടിച്ചുകൊണ്ടുപോയി. എന്റെ മകളെയും എന്റെ അച്ഛനെയും എന്റെ അമ്മയും എന്നെയും ഉപദ്രവിച്ചു. അവര് തോന്നിയ ആളുകളുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്റെ തലയ്ക്കടിക്കുകയും എന്റെ മോളെ കൈപിടിച്ചുവരും എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും എന്റെ അച്ഛനും ഉപദ്രവിക്കുകയും എന്റെ അമ്മയും ഉപദ്രവിക്കുകയും ചെയ്തു. എന്റെ അമ്മ ഒരു മാനസികമായ സുഖമില്ലാത്ത ഒരമ്മയാണ്. എന്റെ മോൾ 17 വയസ്സുള്ള ഒരു മകളാണ്. എന്റെ മകളെ ഉപദ്രവിച്ചു. രാധയുടെ മകൾ കൃഷ്ണ, അച്ഛൻ ഗോപാലൻ, അമ്മ മണി എന്നിവർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു. രാധയുടെ ഭർത്താവ് സന്തോഷിന്റെ ആദ്യ ഭാര്യയെന്ന് അവകാശപ്പെടുന്ന സ്ത്രീയും ബന്ധുക്കളുമാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് രാധ പരാതിയിൽ പറയുന്നു. ലൈവ് വാർത്ത പുനലൂർ. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ 1 വർഷം കൊണ്ട് സംസ്ഥാനത്ത് വികസന രംഗത്ത് വൻ മുന്നേറ്റം സൃഷ്ടിച്ചെന്ന് KB ഗണേഷ് കുമാർ MLA. സമസ്ത മേഖലകളിലും വികസനം കൈവന്നതായും MLA അറിയിച്ചു. ഇന്ന് LDF സർക്കാർ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി, എനിക്ക് മറ്റുള്ളവരുടെ കാര്യം നടത്തും, ഈ നാട്ടിലുള്ളവർക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ നടത്തി തരുമ്പോൾ ഞാൻ LDFനൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഞാനിവിടെ ഉറച്ചു നിൽക്കും, നിൽക്കുന്നിടത്ത് ഞാൻ ഉറച്ചു നിൽക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അതിന് കാരണമുണ്ടാകണം. അവിടുന്ന് ഇറങ്ങിയെങ്കിൽ UDF ഇറങ്ങിയുണ്ടെങ്കിൽ അതിന് കാരണമുണ്ടായിരുന്നു. LDFന്റെ 1ാം വാർഷികം പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തും നിയോജക മണ്ഡലത്തിലും LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് LDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ 1ാം വാർഷികം KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തത്. CPM ജില്ലാ കമ്മിറ്റി അംഗം B അജയകുമാർ അധ്യക്ഷനായി. LDF മണ്ഡലം കൺവീനർ K വാസുദേവൻ സ്വാഗതം ആശംസിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K രാജഗോപാൽ, P രാജേന്ദ്രൻ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KR ചന്ദ്രമോഹൻ, ജനതാദൾ S സംസ്ഥാന സെക്രട്ടറി ജോർജ് തോമസ്, CPM ഏരിയ സെക്രട്ടറി N ജഗദീശൻ, ജില്ലാ കമ്മിറ്റി അംഗം M മീരാപിള്ള, GR രാജീവൻ, T അയൂബ് ഖാൻ, നെടുവന്നൂർ സുനിൽ, M തോമസ്, വേണുജി നായർ, HM നജീബ് മുഹമ്മദ്, അഡ്വക്കേറ്റ് S വേണുഗോപാൽ, മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത പത്തനാപുരം. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ് MLA റോഡ് പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ് MLA റോഡ് പുനലൂർ. ഫോൺ 0475 222 1205.
വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. ഗേജ് മാറ്റത്തിന്റെ ഭാഗമായി കഴുതുരുട്ടിയിൽ നിർമ്മിച്ച അടിപ്പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. പാതയിൽ ട്രെയിൻ ഓടി തുടങ്ങും മുമ്പേ സംരക്ഷണ ഭിത്തി തകർന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. സമീപത്തെ സംരക്ഷണ ഭിത്തികളെല്ലാം തകർന്നു വീഴാവുന്ന നിലയിലാണ്. അശാസ്ത്രീയമായി നിർമ്മിച്ച സംരക്ഷണ കരിങ്കൽ കെട്ടുകൾ പൊളിച്ച് ഉറപ്പോടെ കെട്ടണമെന്ന ആവശ്യം ശക്തമായി. കഴുതുരുട്ടിയിൽ നിന്ന് നെടുമ്പാറ, അമ്പനാട്, അച്ചൻകോവിൽ ഭാഗങ്ങളിലേക്ക് പോകാൻ നിലവിലെ പാതയ്ക്ക് പകരമായി നിർമ്മിച്ചതാണ് അടിപ്പാത. ഇതിന്റെ സംരക്ഷണ ഭിത്തിയുടെ ഒരു വശമാണ് നിലം പൊത്തിയത്. ഇവിടെ വീണ്ടും ഇടിയാൻ സാധ്യതയുണ്ട്. അടിപ്പാതയുടെ മറുവശവും ഇടിഞ്ഞു വീഴാറായ നിലയിലാണ്. ഗേജുമാറ്റത്തിന്റെ ഭാഗമായി എടുത്തിട്ട മണ്ണ് ഉറപ്പിക്കാതെ വശത്ത് കരിങ്കല്ല് കെട്ടി കരാറുകാരൻ പണി പൂർത്തിയാക്കുകയായിരുന്നു. കൺസ്ട്രക്ഷൻ വിഭാഗം ഉദ്യോഗസ്ഥരും കരാറുകാരും ക്രമക്കേട് നടത്തുന്നതായി ആരോപണമുയർന്നിരുന്നു. ഇടമൺ കഴുതുരുട്ടി റീച്ചിൽ നിരവധി സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിത്തി തകർന്നിട്ടുണ്ട്. ട്രെയിൻ ഓടിത്തുടങ്ങും മുമ്പേ സംരക്ഷണ ഭിത്തികൾ തകരുന്നുവെന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ലൈവ് വാർത്ത, തെന്മല. പുനലൂർ ശിവൻകോവിൽ റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. വീതി കുറഞ്ഞ ഈ റോഡിലെ അനധികൃത പാർക്കിംഗ് ആണ് ഗതാഗതക്കുരുക്കിന്റെ പ്രധാന കാരണം. പുനലൂർ തൂക്കുപാലത്തിന് സമീപത്ത് നിന്നും ശിവൻകോവിൽ ക്ഷേത്രത്തിന് മുൻവശത്തുകൂടി ശാസ്താംകുളത്തേക്ക് പോകുന്ന റോഡിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. വീതി കുറഞ്ഞ ഈ റോഡിൽ അനധികൃതമായി വാഹനങ്ങൾ റോഡിന് ഇരുവശത്തും പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ റോഡിന് ഇരുവശത്തുമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാൽനട യാത്രക്കാർക്ക് പോലും ദുഷ്കരമാവുകയാണ്. സമീപത്തായി ആശുപത്രിയും ബാങ്കും സ്കൂളുമൊക്കെ ഉള്ളതിനാൽ ഇവിടേക്കെത്തുന്ന വാഹനങ്ങളാണ് ഏറെയും റോഡിന്റെ ഇരുവശത്തുമായി പാർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഗതാഗത നിയന്ത്രണത്തിനായി പോലീസിന്റെ സേവനവും ലഭ്യമല്ല. ടൗണിലെ തിരക്കൊഴിവാക്കുന്നതിനായി സെൻഗുരേറ്റി സ്കൂളിന് സമീപത്തുകൂടി പോക്കറ്റ് റോഡിലേക്ക് കടന്നാൽ ഈ റോഡിൽ എത്താൻ കഴിയും. എന്നാൽ ഇപ്പോൾ പട്ടണത്തിലുള്ളതിനേക്കായി ഗതാഗതക്കുരുക്കാണ് ഈ റോഡിലും അനുഭവപ്പെടുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ പുനലൂർ മണ്ഡലസഭയുടെ നേതൃത്വത്തിൽ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ജ്യോതികുമാർ ചാമക്കാല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുനലൂർ സ്വയംവര ഹാളിൽ ചേർന്ന സമ്മേളനം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ജ്യോതികുമാർ ചാമക്കാല ഉദ്ഘാടനം ചെയ്തു. പ്ലസ് ടു കഴിഞ്ഞ് വരുമ്പോൾ ഏത് മേഖലയിലേക്കാണ് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെയേറെ ആശങ്കകൾ നിലനിൽക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം അത് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണോ അതിൽ നിന്ന് വ്യതിരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ച് സാധാരണക്കാർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അവർക്കൊരു പരിജ്ഞാനം ലഭിക്കത്തക്ക രീതിയിലുള്ള ക്ലാസുകൾ നടത്തുവാൻ ജനശ്രീയിലുള്ള സഹകരണ സംഘങ്ങൾ ഇത്തരത്തിൽ സുസ്ഥിര മിഷൻ നടപടികളുമായി മുന്നോട്ട് വരണം എന്നാണ് എനിക്കിതിനെക്കുറിച്ച് ആമുഖമായി പറയുന്നത്. ജനശ്രീ മണ്ഡലം സഭാ ചെയർമാൻ ജി ജയപ്രകാശ് അധ്യക്ഷനായി. സെക്രട്ടറി വി സുരേഷ് സ്വാഗതം പറഞ്ഞു. UDF മണ്ഡലം ചെയർമാൻ കരിക്കത്തിൽ പ്രസന്നൻ, UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് സജീവൻ, പി പ്രതാപൻ, എസ് ഉണ്ണികൃഷ്ണൻ, സന്ധ്യ തുളസി, ഷീജ ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഓങ്കാർനാഥ്, ജേക്കബ് തോമസ്, RC ഡോൺ, ഷൈബ എന്നിവരെ ജ്യോതികുമാർ ചാമക്കാല ചടങ്ങിൽ അനുമോദിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാലവർഷം ശക്തമായതോടെ കനത്ത മഴയിൽ പട്ടാഴിയിൽ 2 വീടുകൾ തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ പട്ടാഴിയിൽ 2 വീടുകൾ തകർന്നു. കാറ്റിലും മഴയിലും മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. പട്ടാഴി നടുത്തേരി അയണിമൂട്ടിൽ ശങ്കരൻ, സമീപത്ത് താമസിക്കുന്ന മകൾ ഓമന എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ശങ്കരൻ മുറിക്കുള്ളിൽ കിടന്നുറങ്ങവെയാണ് മേൽക്കൂര തകർന്നു വീണത്. എന്നാൽ പരിക്കുകളൊന്നും ഏൽക്കാതെ അത്ഭുതകരമായി ശങ്കരൻ രക്ഷപ്പെട്ടു. അപകട സമയത്ത് ഓമനയുടെ വീട്ടിൽ ആരും തന്നെ ഇല്ലായിരുന്നു.
രണ്ടു വീടുകളും ഒരേപോലെ തകർന്നതിനാൽ അയൽവീടുകളിലാണ് രണ്ടു കുടുംബങ്ങളും അന്തിയുറങ്ങുന്നത്. 4 മണിക്കാണ് സംഭവം ഉണ്ടായത്. വീട്ടിൽ ഞങ്ങൾ ആറ് പേരും ഉണ്ടായിരുന്നു. അച്ഛൻ കട്ടിലിൽ കിടന്നതാണ്. അച്ഛൻ കട്ടിലിൽ കിടന്ന് ഞങ്ങൾ പിന്നെ കിരിയിരാന്നൊരു സ്വപ്നം കേട്ട് അതൊന്നര ഞങ്ങൾ എന്നെ പിടിച്ച് എഴുതിപ്പിച്ച് അപ്പം ഞങ്ങളെല്ലാം വെളിയിൽ ഓടി. അപ്പോഴത്തേനെല്ലാം തകർന്ന്. പിന്നെ ഞങ്ങൾക്ക് കിടക്കാനും ഇരിക്കാനും ഒന്നും ഉള്ള സൗകര്യമില്ല. കിടന്നത് അടുത്ത വീട്ടിലാണ്. സാധനം മൊത്തം നശിച്ചു പോയി. പിന്നെ ഞങ്ങൾക്ക് 4 അരി ഇട്ട് കഞ്ഞി വെക്കാൻ പോലുള്ള സൗകര്യമില്ല. ഞങ്ങൾ അടുത്ത വീട്ടിൽ ചെന്ന് കിടന്ന് രാവിലെ വന്നിട്ട് അരി അടപ്പിടാമെന്ന് വെച്ചിട്ട് വെള്ളം കയറുന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല. അവശേഷിച്ച കിടപ്പാടം കൂടി കാലവർഷത്തിൽ തകർന്നതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് നിർധനരായ പട്ടികജാതി കുടുംബങ്ങൾ. ഞാൻ കിടന്നുറങ്ങിയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അന്നേരം പിള്ളേർ വന്നാൽ എന്നെ, ഞാൻ ഉറങ്ങിക്കിടന്നായിരുന്നു, പിള്ളേർ വന്നാൽ എന്നെ വലിച്ച് ഇറക്കി കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്കൊന്നും അറിയാൻ വയ്യ, വീട്ടിൽ കിടക്കാൻ വയ്യാത്ത അവസ്ഥയായി. വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി. മറ്റ് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഇവർക്ക് നേരത്തെ പഞ്ചായത്തിൻ്റെയും മറ്റ് സഹായത്തോട് കിട്ടിയ ഒരു വീടാണിത്. അതിപ്പോൾ പൊളിഞ്ഞ് നാശമായിരിക്കുന്നു. ഇതൊന്ന് പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സ്ഥിതിയോ മറ്റോ ഇവർക്കില്ല. അതുകൊണ്ട് കൂടുതൽ സഹായം അർഹിക്കുന്നുണ്ട്. മറ്റ് വരുമാനങ്ങളൊന്നും ഇല്ലാത്ത ഇവരെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികളാണ് വേണ്ടത്. ഇപ്പം പഞ്ചായത്തിൽ നിന്നും മറ്റുമാണെങ്കിൽ നമുക്കിങ്ങനെ അടിയന്തര സ്വഭാവം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഭാവിയിൽ അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യമായും ഇതൊന്ന് പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങളാണ് അടിയന്തരമായി ഉണ്ടാവേണ്ടത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ താലൂക്ക് സമാജത്തിന്റെ അധീനതയിലുള്ള TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പ്രവേശനോത്സവം താലൂക്ക് സമാജം മാനേജർ N. മഹേശൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഉന്നതികളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി കഴിഞ്ഞ 3 വർഷങ്ങളായി ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയും ഇത്തവണയും ഞങ്ങൾ 2 പുതിയ ബസ്സുകൾ കൂടി സമാജ സ്കൂളുകൾക്ക് വേണ്ടി വാങ്ങിക്കഴിഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അവരെ കൊണ്ടുവരുന്നതിനുള്ള വാഹന സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിന് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഓരോ വർഷവും ഓരോ ബസ് എന്നുള്ളത് മാറ്റി 2 ബസ് വീതം വാങ്ങിക്കാൻ ഒരു സാഹചര്യം ജഗദീശനുണ്ടാക്കി. തീർച്ചയായും ഇപ്പോൾ 12 ബസ് താലൂക്ക് സമാജത്തിലുണ്ടായിരുന്നു. ഈ സ്കൂളിൽ ഈ കെട്ടിടം തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് ഇല്ലായിരുന്ന കെട്ടിടമാണ്. 30 ലക്ഷം രൂപ മുടക്കി ഈ സ്കൂളിലെ കെട്ടിടം നമുക്ക് പണിയുവാൻ കഴിഞ്ഞു. ഇതിനുള്ള എല്ലാ സൗകര്യവും ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താലൂക്ക് സമാജത്തിന്റെ മറ്റ് സ്കൂളുകളുടെ ഫീഡിംഗ് സെന്ററാണ് TVTM MPTM എന്നുള്ളതുകൊണ്ട് അതിന്റെ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നല്ല രീതിയിലാക്കുന്നതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. മുതിർന്ന വിദ്യാർത്ഥികൾ ഉപഹാരം നൽകിയാണ് നവാഗതരെ സ്കൂളിലേക്ക് സ്വീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് ഉമേഷ് കുമാർ അധ്യക്ഷനായി. പ്രഥമ അധ്യാപിക സുജാബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഷാജി, സിന്ധു, മിനിയജി, സന്ധ്യ, ഫാത്തിമ, മായ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈകളും നട്ടു. ലൈവ് വാർത്ത, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. മഴക്കൊയ്ത്തും വൃക്ഷത്തൈ നടിയിലുമായി കിഴക്കൻ മേഖല സമുചിതമായി ആചരിച്ചു. പുനലൂർ മാർക്കറ്റിൽ അജൈവ മാലിന്യ കളക്ഷൻ സെന്റർ സ്ഥാപിച്ചു. കാലവർഷം ശക്തമാകുന്നതോടെ നാശനഷ്ടങ്ങളും പെരുകുന്നു. പട്ടാഴിയിൽ 2 വീടിന്റെ മേൽക്കൂരകൾ തകർന്നു. ഭർത്താവിനെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയതായി വെഞ്ചേമ്പ് സ്വദേശിനിയുടെ പരാതി. ഭർത്താവിന്റെ ബന്ധുക്കൾ തന്നെയും മക്കളെയും മർദ്ദിച്ചെന്നും ആക്ഷേപം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്,
കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG, ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്.